എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. സബ്മറൈൻ അരിഹത്ത് സെറ്റ് ടു ആഡ് ബലാസ്റ്റ് ടു ന്യൂക്ലിയർ ട്രയഡ്. ഇത് ആക്ച്വലി നമ്മുടെ സെക്കൻഡ് അരിഹന്തിന് ശേഷമുള്ള സെക്കൻഡ് ന്യൂക്ലിയർ സബ്മറൈൻ കമ്മീഷൻഡ് ആയിട്ടുണ്ട്. അത് അരിഘട്ട് എന്നാണ് അതിൻ്റെ പേര് വരുന്നേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും എന്തൊക്കെയാണ് ഒരു ന്യൂക്ലിയർ സബ്മറൈൻ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ മൂവിങ് ദ സ്പോട്ട്ലൈറ്റ് ടു ഗ്രാസ് റൂട്ട്സ് ഡെമോക്രസി. ഇത് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ ഇത് ഡെമോക്രസി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ജെൻഡർ ബഡ്ജറ്റ് ഓഫ് 2024. ഇത് പ്യൂർലി ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഡേറ്റ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ന്യൂസ് എന്ന രീതിയിൽ എടുത്താൽ മതി. ഇത് ജെൻഡർ എക്കണോമിക്സ് അല്ലെങ്കിൽ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ ബഡ്ജറ്റിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം GS3 പെടുന്ന ടോപ്പിക് ആയതുകൊണ്ട് എടുത്താണ്. നെക്സ്റ്റ് ബയോടെക് എനിഗ്മ. ഇത് നമ്മുടെ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ന്യൂസാണ്. ഇത് GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ്, അതായത് ഒരു പുതിയ പോളിസി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പം അതിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് സബ്മറൈൻ അരിഹട്ട് സെറ്റ് ടു ആഡ് ബലാസ്റ്റ് ടു ന്യൂക്ലിയർ ട്രയഡ്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ കമ്മീഷനിങ് ഓഫ് INS അരിഹട്ട്, ഇന്ത്യ സെക്കൻഡ് ന്യൂക്ലിയർ പവർഡ് ബാലസ്റ്റിക് മിസൈൽ സബ്മറൈൻ, മാർക്സ് എ സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ കൺട്രീസ് സ്ട്രാറ്റജിക് ഡിഫൻസ് കേപ്പബിലിറ്റീസ്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചാണ്, അതായത് ഇതിൻ്റെ കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിശാഖപട്ടണത്തിലാണ് ഇത് കമ്മീഷൻഡ് ആയത്. ഇത് INS അരിഹന്തിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ബോത്ത് സബ്മറൈൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിറ്ററൻസിന് അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഫെയറിന് നമ്മുടെ ഇന്ത്യൻ കേപ്പബിലിറ്റി കൂട്ടുന്ന സബ്മറൈൻസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ സബ്മറൈൻസും ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ നേരത്തെ DNA ഇത് നോക്കിയിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ സബ്മറൈൻസിന് റീഫ്യൂൽ ചെയ്യാനായിട്ട് ഒരു 10 to 20 years ഒക്കെ എടുക്കും. അതായത് അവർക്ക് ലോങ് റേഞ്ച് പോകാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇന്ത്യൻ കോസ്റ്റൽ ലൈൻസിൽ നിന്ന് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 1000s അല്ലെങ്കിൽ 100 kilometers ഒക്കെ മാറി ഇവർക്ക് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും ഈ ന്യൂക്ലിയർ സബ്മറൈൻസിന്. പക്ഷേ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് റീഫ്യൂൽ ചെയ്യാനായിട്ട് തിരിച്ച് സർഫേസിലോട്ട് വരേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ലോങ് റേഞ്ച് മിഷൻസിനൊന്നും ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നമ്മുടെ എഡ്ജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയർ സബ്മറൈൻസ് കൊണ്ടുവരുന്നത്. Okay, അപ്പോൾ ന്യൂക്ലിയർ ട്രയഡ്. In addition to this, India has solidified its nuclear triad. This involves ability to launch nuclear weapons from air, land and sea. This capability is crucial for maintaining peace and strategic stability in the region. അതെന്താണ് കാരണം ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈനീസ് പ്രസൻസ് വളരെ അധികമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് പ്രൂവ് ചെയ്യേണ്ട ഒരു ടൈമും കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സബ്മറൈൻ പ്രൊജക്ട്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഡീസൽ ഇലക്ട്രിക് പ്രൊജക്റ്റ് വരുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു സംഭവമാണ്. പ്രൊജക്ട് 75A എന്ന് പറയുന്ന പ്രൊജക്റ്റൊക്കെ ഉണ്ട്. ഡീസൽ ഇലക്ട്രിക് സ്കോർപിയോൺ ക്ലാസ് സബ്മറൈൻ ഒക്കെ ഡെവലപ്മെൻറ്റ് നടക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, അതുകൂടി ഓർത്തിരിക്കുക. സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഓഫ് അരിഹട്ട് ഒന്ന് വെച്ചാൽ ബൂസ്റ്റ് ടു ഇൻഡോ സ്പെസിഫിക് സെക്യൂരിറ്റി. INS അരിഹട്ട് enhances India's strategic posture in the Indo-Pacific region, allowing it to play a more prominent role in regional security. Submarines nuclear deterrence capabilities bolster India's second strike capabilities, which are a crucial and critical component for its nuclear triad. But deterrence capabilities armed with nuclear capable missiles, INS Arihat ensures that India has a credible and substantial deterrent against adversaries, which is crucial for maintaining peace in an increasingly militarized Indo-Pacific region. അപ്പോൾ ഇതിൻ്റെ കീ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സബ്മറൈനാണ്. മാനുഫാക്ചർ ചെയ്തേക്കുന്ന ഡൊമസ്റ്റിക്കലി ആണ് എന്നാണ്. പിന്നെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ ആസ് പാർട്ട് ഓഫ് ന്യൂക്ലിയർ ട്രയഡ് INS അരിഹട്ട് എൻഷുവേഴ്സ് വി ക്യാൻ റീറ്റാലിയേറ്റ്. അതായത് ഒരു ന്യൂക്ലിയർ വാർഫെയറിൻ്റെ കേസിൽ നമ്മൾ ഒരിക്കലും ഫസ്റ്റ്ലി ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് എതിരെ ഒരു അറ്റാക്ക് ഫസ്റ്റ് ഹാൻഡിൽ വരുവാണെങ്കിൽ അതിനെ റീറ്റാലിയേറ്റ് ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി, അതാണ് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു ഡിഫെൻസീവ് പോസ്റ്റർ കൊണ്ടുവരാനായിട്ട് ഈ ഒരു
സബ്മറൈൻ്റെ കമ്മീഷനിങ്ങിലൂടെ നമുക്ക് പറ്റും. ഓക്കെ, റീജിയണൽ ഡിറ്ററൻസ്. സബ്മറൈൻസ് ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ് മേക്ക് ഇന്ത്യ ആൻഡ് ഫോർമിഡബിൾ നേവൽ പവർ ഇൻ ദ ഇൻഡോ പസഫിക് എ റീജിയൻ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഫോർ റൈസിംഗ് ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാം. കമ്മീഷനിങ് ഓഫ് INS അരിഗട്ട് റെപ്രസെൻറ്റ്സ് എ ലാൻഡ്മാർക്ക് അച്ചീവ്മെൻറ്റ് ഇൻ ഇന്ത്യൻസ് നേവൽ ഹിസ്റ്ററി. This powerful submarine, with its nuclear strike capability and technological sophistication, will play a crucial role, a critical role in safeguarding India's maritime interest. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ പസഫിക് റീജിയനിൽ ഉള്ള ഒരു എഡ്ജ് നമുക്ക് കൊടുക്കും. ഓക്കെ, ഇറ്റ് പ്ലേസ് ഇന്ത്യ ആസ് എ മേജർ പ്ലെയർ ഇൻ ഗ്ലോബൽ മാരിടൈം സെക്യൂരിറ്റി. അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ന്യൂസ് നോക്കുന്നത് മൂവിങ് ദ സ്പോട്ട്ലൈറ്റ് ടു ഗ്രാസ് റൂട്ട്സ് ഡെമോക്രസി. അപ്പോൾ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യസ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് വൈഡ്ലി റെസ്പെക്റ്റഡ് ഫോർ ഹോൾഡിംഗ് ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ഇലക്ഷൻസ്. ഹൗവർ, at the local level, there are 34 state election commissions responsible for panchayat and urban local body elections, which need more power and support to function effectively. അപ്പം നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ urban അല്ലെങ്കിൽ ലോക്കൽ ബോഡി എലക്ഷൻസിനെ കുറിച്ച് ഉള്ളൊരു എഡിറ്റോറിയലാണ്. നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒക്കെ ക്വസ്റ്റ്യൻസ് വരുവാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നമുക്കറിയാം നാഷണൽ ലെവലിൽ ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. പക്ഷേ അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവലിൽ ഡെമോക്രസി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പം എന്തൊക്കെ പ്രോബ്ലംസ് ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫേസ് ചെയ്യുന്നത്? ഓക്കെ, ഒന്നെന്ന് വെച്ചാൽ ലിമിറ്റഡ് പവറാണ്. ഓക്കെ, ഓൾ ദോ ആർട്ടിക്കിൾസ് 243K ആൻഡ് 243ZA ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഇത് പൊളിറ്റി ബേസ് ചെയ്തിട്ട് ന്യൂസാണ്. ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുക. 243K and 243ZA of the Constitution, introduced in 1993, created state election commissions to manage local elections. These commissions have gradually lost power and struggled to function independently. അതാണ് ഫസ്റ്റ് കേസ്. അതായത് അവർക്ക് പവർ ലിമിറ്റഡ് ആയിട്ടാണുള്ളത്. സെക്കൻഡ് എന്ന് വെച്ചാൽ ലീഗൽ ഇഷ്യൂസ് ആണ്. ഇൻ കർണാടക, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ഹാഡ് ടു ഗോ ടു കോർട്ട് ടു പുഷ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ഹോൾഡ് പഞ്ചായത്ത് ഇലക്ഷൻസ് വിച്ച് ഹാഡ് ബീൻ ഡിലേഡ് ഫോർ ഇയേഴ്സ്. Similarly, Andhra Pradesh State Election Commission faced challenges from state government, showing how state interference limits state election commissions work. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് കാരണം അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് കാരണം ലോക്കൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻസിൽ ഡിലേ വരുന്നു. ഓക്കെ, അപ്പോൾ ലീഗൽ ഇഷ്യൂസ് അവിടെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അതും ലിമിറ്റഡ് പവറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഇതിന് എക്സാമ്പിൾസ് ഉണ്ട് ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകയുടെയും. Delays in election. A report shows that 70% of urban local bodies didn't have elected councils when audited. This delay is a major issue that prevents local governments from functioning properly. Okay, അപ്പം ഇതും നിങ്ങൾക്ക് കോട്ട് ചെയ്യാമെന്ന് പറ്റുന്ന ഒരു ഡേറ്റാ പോയിൻ്റ് ആണ്. 70% ഓഫ് urban ലോക്കൽ ബോഡീസിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ എലക്റ്റഡ് കൗൺസിൽസ് ഇല്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം റിഫോംസ് നീഡഡ് ടു സ്ട്രെങ്തൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് റെഗുലർ ഇലക്ഷൻസ് ആണ്. ലോക്കൽ ഇലക്ഷൻ ഷുഡ് ബി ഹെൽഡ് ഓൺ ടൈം ജസ്റ്റ് ലൈക്ക് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻസ്. ദിസ് വുഡ് പ്രിവെൻറ്റ് ഡിലേസ് ആൻഡ് എൻഷുർ സിറ്റിസൺസ് ആർ ഓൾവേസ് റെപ്രസെൻറ്റഡ് അറ്റ് ദ ലോക്കൽ ലെവൽ. മോർ പവർ ഫോർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് നീഡ് ടു ബി ഗിവൺ മോർ ഇൻഡിപെൻഡൻസ് സിമിലർ ടു നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ. സോ ദേ ക്യാൻ റൺ എലക്ഷൻസ് വിത്തൗട്ട് സ്റ്റേറ്റ് ഇൻ്റർഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഒരു ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ബോഡി എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, ഫിക്സ്ഡ് ടൈം ലൈൻസ്. ദർ ഷുഡ് ബി എ ഫിക്സ്ഡ് ഷെഡ്യൂൾ ഫോർ ടാസ്ക് ലൈക്ക് ഡീലിമിറ്റേഷൻ. അതായത് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ലിമിറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം വേണം. പിന്നെ റിസർവിങ് സീറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഇൻഡിപെൻഡൻറ്റ് അപ്പോയിൻമെൻറ്റ് പ്രോസസ്. എ ന്യൂട്രൽ ബോഡി ഷുഡ് അപ്പോയിൻറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യൽസ് ടു എൻഷുർ ദേ ക്യാൻ ആക്ട് വിതൗട്ട് പൊളിറ്റിക്കൽ pressure. പിന്നെ local leadership elections. State election commission should have the power to conduct elections for important local positions such as mayors, deputy mayors. അപ്പം ആ ഇലക്ഷൻസിലോട്ടൊക്കെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ഇൻഫ്ലുവൻസ് വേണം. വൈ എംപവറിങ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്കൽ ഗവൺമെൻറ്റ്സിൽ സ്ട്രെങ്ത് കൂട്ടും. അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എൻഷുർസ് ദാറ്റ് ലോക്കൽ ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ് ഓൺ ടൈം, അലൗവിങ് പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ. അതായത് നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ മെമ്പറിനെ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ
എല്ലാ ഏരിയാസിലും നമ്മൾ ഈ റിപ്പോർട്ട് പ്രകാരം 70% ഏരിയാസിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് അല്ല ഉള്ളത്. അപ്പം ലോക്കൽ ഗവൺമെൻറ്റിൽ പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റെഡ്യൂസിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൺട്രോൾ. State election commissions need to function without interference from state governments to ensure transparency and fairness in local elections. പിന്നെ constitutional mandate. Regular elections for local bodies are a part of the constitution, and empowering state election commissions is necessary to uphold these democratic rights. ഓക്കെ, ഇതിൻ്റെ കീ ടേക്ക് അവേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ വീക്ക്നെസ് ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് കറൻ്റ്ലി ലാക്ക് ദ സെയിം അതോറിറ്റി ആൻഡ് റെസ്പെക്ട് അക്കോർഡഡ് ടു ദ Election Commission of India, despite their crucial role in managing elections at the local levels. ഓക്കെ, അപ്പം റിഫോംസ് എന്താണ്? ഇവർക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഓട്ടോണോമി കൊടുക്കുക, അതായത് റെഗുലർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, സ്റ്റേറ്റ് ഇൻ്റർഫറൻസ് കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കുക. പിന്നെ ഡീലിമിറ്റേഷൻ ആൻഡ് റിസർവേഷൻ ഓഫ് സീറ്റ്സ്. റെഗുലർ ഡീലിമിറ്റേഷൻ ആൻഡ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ആർ ക്രിട്ടിക്കൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് ലോക്കൽ ബോഡീസ്. അപ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ നമുക്കറിയാം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും അത് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അപ്പം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ ബേസ് ചെയ്തിട്ട് ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും നമ്മൾ അഡ്രസ്സ് ചെയ്തു. അതിന് പറയാൻ പറ്റുന്ന നമുക്കൊരു കോമൺ കൺക്ലൂഷൻ കൂടി കൊടുക്കാം. ടു സ്ട്രെങ്തൻ ഗ്രാസ് റൂട്ട്സ് ഡെമോക്രസി ഇൻ ഇന്ത്യ, ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു എംപവർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ്. ദ സിസ്റ്റമാറ്റിക് ഡിസെംപവർമെൻറ്റ് of these bodies not only undermines local governance but also threatens the spirit of participatory democracy. അപ്പോൾ ഇവിടുത്തെ കീവേഡ് നോക്കിക്കോണം. പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി നെ ത്രെറ്റൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട് എൻഷ്രൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ബൈ എൻഷുറിംഗ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ഹാവ് നെസസറി ഓട്ടോണോമി ആൻഡ് അതോറിറ്റി, India can make significant strides towards enhancing its third tier of government and ensuring better democratic representation at the local level. അപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ലോക്കൽ ലെവൽ എലക്ഷൻസ്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലുള്ള ഫണ്ടിങ്, ഇതൊക്കെ UPSC ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. അതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ആൻസർ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് വെച്ചാൽ അനലൈസിങ് ദ ജെൻഡർ ബഡ്ജറ്റ് ഓഫ് 2024 to 2025. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ the gender budget is an essential tool introduced by the government of India to promote gender equality through targeted budgetary allocations. For the 2024 to 2025 budget, so a significant increase reaching 1% of GDP estimates for the first time, with notable allocations for women-specific schemes. However, despite this growth, there are still areas where allocations remain underwhelming and some groups need attention to truly address gender inequalities. ഓക്കെ, അപ്പം ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് നമുക്ക് വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ്, ഇതിലുള്ള ഡേറ്റ പോയിൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ എഴുതുന്ന പോയിൻറ്റ്സ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഒന്നെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് അലോക്കേഷൻസ് ആണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ജെൻഡർ ബഡ്ജറ്റ് ഹാസ് റീച്ച്ഡ് 1% of GDP estimates. More than 13 lakh crore have been allocated for pro-women programs, making a significant shift in government prioritization on gender issues. പിന്നെ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ ബഡ്ജറ്റ്, അതായത് എന്താണ്, ജെൻഡർ ബഡ്ജറ്റ് കംപ്രൈസസ് അബൌട്ട് 5% of the overall union budget. The gender budget statement separates allocation into part A and part B. അപ്പോൾ പാർട്ട് എയിൽ എന്താണ്, കണ്ടെയ്ൻസ് അലോക്കേഷൻസ് 100% ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള അലോക്കേഷൻസ് ആണ്. പാർട്ട് ബിയിൽ അറ്റ്ലീസ്റ്റ് 30% വുമൺ മാറ്റി വെച്ചേക്കുന്ന അലോക്കേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹിളാ സമ്മാൻ ബച്ചത് യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഹാവ് റിസീവ്ഡ് എ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദ ജെൻഡർ ബഡ്ജറ്റ്. പിന്നെ മഹാത്മാഗാന്ധി NGRN REGS എന്ന് പറയുന്നത്, അത് എന്താണ്, MG നരേഗ ഒക്കെ വരുന്നതാണ്. അത് ഹൈ അലൊക്കേഷൻസ് ഉണ്ട് പാർട്ട് എ, ബട്ട് വിത്ത് റിപ്പോർട്ടഡ് ഡിസ്ക്രിപ്പൻസീസ് റിഗാർഡിംഗ് ദ ഷെയർ റീച്ചിങ് വുമൺ ബെനിഫിഷ്യറീസ്. ഓക്കെ, പിന്നെ ഇംപ്രൂവ്ഡ് ഡേറ്റ റിപ്പോർട്ടിംഗ് ആണ്. അതായത് ഗവൺമെൻറ് മസ്റ്റ് എൻഷുർ ആക്യുറേറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ഡേറ്റ കളക്ഷൻ ഓൺ ജെൻഡർ സ്പെസിഫിക് ഔട്ട്കംസ്, അവോയ്ഡിംഗ് ഓവർ റിപ്പോർട്ടിംഗ് ഓഫ് വുമൻസ് ബെനിഫിറ്റ്. പിന്നെ ഇൻട്രൊഡ്യൂസ് ട്രാൻസ്പെറൻറ്റ് ഓഡിറ്റിംഗ് മെക്കാനിസം ടു ട്രാക്ക് ഹൗ ജെൻഡർ അലൊക്കേഷൻസ് ആർ ബീങ് യൂട്ടിലൈസ്ഡ് അക്രോസ് വേരിയസ് സ്കീംസ്.
അപ്പം പാർട്ടി അലൊക്കേഷൻസിൽ മോണിറ്ററിങ് ഇത് ചെയ്യുക. അതുപോലെ തന്നെ വുമൺ സെൻട്രിക് പ്രോഗ്രാംസ് എക്സ്പാൻഡ് ചെയ്യുക. അതായത് എന്താണ്, എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനിലോട്ടൊക്കെ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അക്കൗണ്ടബിലിറ്റി ഇൻ ഫ്ലാഗ്ഷിപ്പ് സ്കീംസ്, അതായത് MGREGSലൊക്കെ അല്ലെങ്കിൽ PMAYലൊക്കെ മിനിമം ഷെയർ ഓഫ് വേജസ് ആൻഡ് ഹൗസിംഗ് സപ്പോർട്ട് എന്താണ് വുമണിന് എത്താനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 2024-2025 ജെൻഡർ ബഡ്ജറ്റ് റെപ്രസെൻറ്റ്സ് എ സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ ഇന്ത്യാസ് കമ്മിറ്റ്മെൻറ്റ് ടു ജെൻഡർ ഇക്വാലിറ്റി വിത്ത് ഇൻക്രീസ്ഡ് അലൊക്കേഷൻസ് ആൻഡ് എഫേർട്സ് ടു അഡ്രസ് gender gaps in key sectors. However, there are still challenges related to data accuracy, implementation and actual flow of benefits. അപ്പോൾ നമുക്കറിയാം വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി സ്കീംസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴേക്കും ഒന്ന് പറയാൻ പറ്റുന്നതാണ് ഡേറ്റ ആക്യുറസി ഇല്ല എന്നുള്ള കാര്യം. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ ഈ ആക്ച്വൽ ഫ്ലോ ഓഫ് ബെനിഫിറ്റ്സ്, ഇപ്പോൾ 100 രൂപ കിട്ടേണ്ട അടുത്ത് ചിലപ്പോൾ ഇവർക്ക് 80 രൂപ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ മിഡിൽ മാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലോക്കൽ ഒരു കറപ്ഷൻ കാരണം കറപ്റ്റായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അതിൽ 20 റുപ്പീസ് അവർ കമ്മീഷനായിട്ട് എടുക്കും. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നം. അപ്പോൾ ആക്ച്വൽ ഫ്ലോ ഓഫ് ബെനിഫിറ്റ്സ് കിട്ടാതിരിക്കുന്നത്. ഓക്കെ, ടു മേക്ക് ജെൻഡർ ബഡ്ജറ്റ് മോർ ഇമ്പാക്ട്ഫുൾ ദ ഗവൺമെൻറ് മസ്റ്റ് ഫോക്കസ് ഓൺ എൻഷുറിംഗ് ട്രാൻസ്പെറൻസി, filling the gaps in under-reported schemes and ensuring issues of over-reporting. Only then can the true potential of the gender budget be realized, advancing women's empowerment in a comprehensive manner. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ബയോടെക് എനിഗ്മയാണ്. അപ്പം ഇത് ബയോ E3 പോളിസീനെ പറ്റിയാണ്. ഓക്കെ, യൂണിയൻ ബഡ്ജറ്റ് ഹാസ് ക്ലിയർഡ് ബയോ E3 പോളിസി which aims to advance biotechnology-based manufacturing. This policy is pivotal in addressing several national challenges, especially in the sectors of health, agricultural and environmental sustainability. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാം. അപ്പോൾ ഈ ബയോ E3 പോളിസി എന്താണ്? പോളിസി ഫോക്കസ് ഓൺ ഹൈ പെർഫോമൻസ് ബയോ മാനുഫാക്ചറിങ് വിച്ച് ഇൻറ്റഗ്രേറ്റ്സ് അഡ്വാൻസ്ഡ് ബയോടെക്നോളജി ടു ക്രിയേറ്റ് പ്രോഡക്ട്സ് ranging from medicine to materials. It addresses challenges in food production, agriculture and sustainable manufacturing, thereby promoting bio-based innovation. അപ്പോൾ ഇതിൻ്റെ മേജർ ഫോക്കസ് ഏരിയാസ് ഓഫ് ബയോ E3 പോളിസി എന്തൊക്കെയാണ്? ഒന്ന് ബയോ ബേസ്ഡ് കെമിക്കൽസ് അല്ലെങ്കിൽ ബയോ പോളിമേഴ്സ് എൻസൈംസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. പിന്നെ സ്മാർട്ട് പ്രോട്ടീൻസ് ആൻഡ് ഫങ്ഷണൽ ഫുഡ്സ് പ്രൊമോട്ട് ചെയ്യുക, ഹെൽത്തിയർ ആൻഡ് ഇന്നോവേറ്റീവ് ഫുഡ് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ പ്രിസിഷൻ ബയോതെറാപ്യൂട്ടിക്സ്, അതായത് അഡ്വാൻസിങ് നെക്സ്റ്റ് ജെൻ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, ക്ലൈമറ്റ് റിസൈലൻ്റ് അഗ്രികൾച്ചർ, എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി എമിഡ് ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ, റെഡ്യൂസിങ് കാർബൺ എമിഷൻസ് എഫക്റ്റീവ്ലി. പിന്നെ മറൈൻ ആൻഡ് സ്പേസ് റിസർച്ച്, എൻകറേജിങ് കട്ടിംഗ് എഡ്ജ് ബയോടെക്നോളജിക്കൽ എക്സ്പ്ലോറേഷൻ ഇൻ മറൈൻ ആൻഡ് സ്പേസ് റിസർച്ച്. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ബൂസ്റ്റ് ഒന്നാമത്തെ കാര്യം. പോളിസി എൻകറേജസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബയോ മാനുഫാക്ചറിങ് ആൻഡ് ബയോ AI ഹബ്സ്, ഹെൽപ്പിംഗ് ഇൻ റാപ്പിഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്നോവേഷൻസ്. പിന്നെ ഗ്രീൻ ഗ്രോത്ത്, ഇറ്റ് അലയൻസ് വിത്ത് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് നെറ്റ് സീറോ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് ബൈ പ്രൊമോട്ടിംഗ് സർക്കുലർ ബയോ എക്കണോമി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പിന്നെ ജോബ് ക്രിയേഷൻ ആണ്. ബൈ എക്സ്പാൻഡിങ് ബയോ മാനുഫാക്ചറിങ് ദ പോളിസി വിൽ ജനറേറ്റ് ന്യൂമറസ് സ്കിൽഡ് ജോബ്സ്, particularly in biotech, R&D and manufacturing sectors. പിന്നെ ഈ പോളിസി എന്തുകൊണ്ടാണ് നെസസറി ആയിട്ട് വരുന്നത്? ഒന്നെന്ന് വെച്ചാൽ മൾട്ടി ഡിസിപ്ലിനറി സൊല്യൂഷൻസ്, അതായത് ബയോടെക്നോളജി ക്യാൻ ഓഫർ സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ഇൻ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ ആൻഡ് എനർജി വൈറ്റൽ ഫോർ ഇന്ത്യാസ് എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഗോൾസ്. പിന്നെ സസ്റ്റൈനബിലിറ്റി ആണ്. ദ ഫോക്കസ് ഓൺ സർക്കുലർ എക്കണോമി ആൻഡ് ബയോഫ്യൂൽസ് അലൈൻ വിത്ത് ഗ്ലോബൽ ട്രെൻഡ്സ് ഓഫ് റെഡ്യൂസിങ് കാർബൺ എമിഷൻസ്. പിന്നെ ഗ്ലോബൽ ഡിമാൻഡ് ഉണ്ട്, അതായത് എന്താണ്, ബയോടെക്നോളജി ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ് അറ്റ് എ റേറ്റ് ഓഫ് 7.4% globally and India is well positioned to meet the demand with its vast young workforce and established infrastructure. ഓക്കെ, അപ്പം ഇന്ത്യയുടെ കറണ്ട് ബയോ എക്കണോമിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ടോപ്പ് ഡെസ്റ്റിനേഷൻ ആണ്. ഏകദേശം 130 ബില്യൺ ആണ് ബയോ എക്കണോമി വാല്യൂഡ് അയക്കുന്നത്. ഇത് 300 ബില്യൺ വരെ റീച്ച് ചെയ്യാനായിട്ട് പറ്റും 2030 അപ്പോൾ ഇതിലുള്ള സെക്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്ലോബൽ ലോ കോസ്റ്റ് ഡ്രഗ് പ്രൊഡക്ഷൻ ഹബ്ബാണ്. അപ്പം ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഒരു ഫാക്ടറാണ്. പിന്നെ ബയോ അഗ്രികൾച്ചർ, ഇന്ത്യ ഈസ് എ മേജർ പ്ലെയർ ഇൻ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് BT കോട്ടൺ.
പിന്നെ ബയോ IT സർവീസസ് സ്ട്രോങ് ഇൻ ക്ലിനിക്കൽ ട്രയൽസ് ആൻഡ് ബയോടെക് റിലേറ്റഡ് IT സർവീസസ്. ഇപ്പോൾ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് സ്കിൽ ഗ്യാപ്സ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ ഇൻഡസ്ട്രി ഡിമാൻഡുമായിട്ട് അലൈനാകാൻ പറ്റുന്നില്ല. പിന്നെ ഇൻസഫിഷ്യൻറ്റ് റിസർച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇന്ത്യ സ്പെൻഡ്സ് ലെസ് ദാൻ 1% ഓഫ് GDP ഇൻ R&D. ഓക്കെ, ഏകദേശം 0.6% ഒക്കെയാണ് GDPയുടെ ഇവർ R&Dയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫാർ ബിഹൈൻഡ് കൺട്രീസ് ലൈക്ക് ഇസ്രായേൽ ആൻഡ് സൗത്ത് കൊറിയ. പിന്നെ പ്രൈവറ്റ് ഫണ്ടിങ് ഷോർട്ട് ഫോൾ ആണ്. അൺലൈക്ക് ഗ്ലോബൽ ലീഡേഴ്സ് വെയർ പ്രൈവറ്റ് സെക്ടേഴ്സ് ഫണ്ട് 70% ഓഫ് ദ റിസർച്ച്, ഇന്ത്യൻ പ്രൈവറ്റ് ഫണ്ടിങ് റിമെയിൻസ് ലോ. പിന്നെ ലിമിറ്റഡ് ക്ലിനിക്കൽ ട്രയൽസ്. ഇന്ത്യ കണ്ടക്ട്സ് ഫ്യൂർ ക്ലിനിക്കൽ ട്രയൽസ് കമ്പയർഡ് ടു അതർ കൺട്രീസ്, ഇമ്പാക്ടിങ് ഇന്നോവേഷൻസ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ബയോപാർക്സ് ആൻഡ് ഇൻക്യുബേറ്റേഴ്സ് ആണ്. 9 ബയോപാർക്സ് ആൻഡ് 60 ഇൻക്യുബേറ്റേഴ്സ് സപ്പോർട്ടഡ് ബൈ ദ ഗവൺമെൻറ് വരുന്നുണ്ട്. പിന്നെ നാഷണൽ ബയോഫാർമ മിഷൻ സപ്പോർട്ടിങ് ഓവർ 100 പ്രോജക്ട്സ് അക്രോസ് 150 ഓർഗനൈസേഷൻസ് ടു സ്ട്രെങ്തൻ ഇന്ത്യാസ് ബയോഫാർമ സെക്ടർ. പിന്നെ വേ ഫോർവേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻക്യുബേറ്റേഴ്സ്, അതായത് ബയോ ഇൻക്യുബേറ്റേഴ്സിലെ ഇന്നോവേഷൻസ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ ബയോടെക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക. പിന്നെ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇന്ത്യയുടെ വെരി ലാർജ് യങ് വർക്ക് ഫോഴ്സ് ഉണ്ട്, അവർക്ക് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവരിക. പിന്നെ ബിൽഡിംഗ് റിസൈലൻസ്, ഡെവലപ്പിംഗ് എ റോബസ്റ്റ് ബയോ മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം ഈസ് ക്രൂഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഗ്രോത്ത് ആൻഡ് ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് ഇൻ ബയോടെക്നോളജി. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ ന്യൂസ് എല്ലാം അതിൽ നമുക്ക് അരിഹട്ട് എന്ന് പറയുന്ന സബ്മറൈൻ ആണ്, ന്യൂക്ലിയർ സബ്മറൈൻ ആണെന്ന് ഓർത്തിരിക്കുക. അത് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് കുറച്ച് മെയിൻസ് പെർസ്പെക്റ്റീവും കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ഡിറ്ററൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂക്ലിയർ ട്രയാഡൊക്കെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ ബേസ് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. ബാക്കി ഉള്ള ടോപ്പിക്സ് ഒക്കെ മെയിൻസ് പെർസ്പെക്റ്റീവിലായിരുന്നു. ജെൻഡർ എക്കണോമിക്സ് പെർസ്പെക്റ്റീവിൽ നമ്മൾ കുറേ ഡേറ്റാസ് നോക്കി, പോളിസീസ് ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസീസ് നോക്കി, വുമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് പോളിസിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ പ്രാവശ്യത്തെ DNA നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.